തനിക്കെതിരായ സൈബർ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നടി ഹണി റോസ്. തന്നെ പിന്തുടരുന്ന പൊതുവേദികളിലും മറ്റും അവഹേളിക്കുന്ന വ്യക്തിക്ക് സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ കഴിഞ്ഞ ദിവസം ഹണി റോസ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെ തന്നെക്കുറിച്ച് അശ്ലീല കമന്റുകൾ പങ്കുവച്ചവർക്കെതിരെ താരം പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ താൻ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കുകയാണ് ഹണി റോസ്. മനോരമ ഓൺലൈനിൽ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഹണി റോസ് തന്റെ മനസ്സ് തുറന്നത്. തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവമാണിതെന്നാണ് ഹണി റോസ് പറയുന്നത്. അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഇതിന് കാരണം. പലതവണ അത് അവരെ അറിയിച്ചിട്ടും വീണ്ടും തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും തനിക്കുണ്ടായത്. തനിക്ക് മാത്രമല്ല ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, തന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമെല്ലാം മാനസികമായ ബുദ്ധിമുട്ട് ഇതുമൂലം ഉണ്ടായെന്നാണ് ഹണി റോസ് പറയുന്നത്. അതേസമയം തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന കാര്യം ആ വ്യക്തിയെയും ആ സ്ഥാപനത്തെയും അറിയിച്ചിരുന്നതായും താരം പറയുന്നുണ്ട്. പിന്നീടാണ് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ അറിയിക്കുവാൻ താൻ തീരുമാനിക്കുന്നത്. എന്നാൽ തന്റെ അനുഭവം തുറന്നു പറഞ്ഞ പോസ്റ്റിൽ പോലും ഹീനമായ കമന്റുകളാണ് ലഭിച്ചതെന്നാണ് താരം ചൂണ്ടിക്കാണിക്കുന്നത്. ആളുകൾക്ക് എങ്ങനെയാണ് അത്തരം കമന്റുകളുമായി വരാൻ ധൈര്യം ഉണ്ടാകുന്നതെന്നാണ് ഹണി റോസ് ചോദിക്കുന്നത്. ഇനിയും ഇത്തരം സംഭവങ്ങൾ തനിക്കും മറ്റൊരു സ്ത്രീക്കും ഉണ്ടാകരുതെന്നും അതിനാലാണ് താൻ ഇത്തരത്തിൽ നിയമപരമായി നീങ്ങുവാൻ തീരുമാനിച്ചതെന്നും ഹണി റോസ് പറയുന്നു. താൻ അത്രമാത്രം അനുഭവിച്ചു കഴിഞ്ഞു. കേരളത്തിൽ തന്നെ പോലെ സൈബർ ബുള്ളിങ് അനുഭവിച്ച വേറൊരു വ്യക്തി ഉണ്ടാകില്ല. തന്റെ മാനസിക ആരോഗ്യത്തെ വരെ ഇതൊക്കെ ബാധിക്കുന്നുണ്ട്. എല്ലാ സ്ത്രീകൾക്കും വേണ്ടി കൂടിയാണ് താൻ നിയമപരമായി നീങ്ങുവാൻ തീരുമാനിച്ചതെന്നാണ് ഹണി റോസ് പറയുന്നത്. 10-20 വർഷമായി താൻ സിനിമയിൽ എത്തിയിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് താൻ. ആരോടും മോശമായി താൻ പെരുമാറിയിട്ടില്ല. തന്റെ ജോലിയുമായി ആരെയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോവുകയാണെന്നും താരം പറയുന്നുണ്ട്. തുടരെ ഇങ്ങനെ തന്നെ മാനസികമായി ബുദ്ധിമുട്ടിക്കുമ്പോൾ ഇനിയും അത് സഹിക്കേണ്ട കാര്യമില്ല എന്ന് തീരുമാനിച്ചെന്നാണ് താരം പറയുന്നത്. ഈ പറഞ്ഞ സ്ഥാപന ഉടമ തനിക്കെതിരെ അധിക്ഷേപിക്കുന്ന കമന്റുകൾ പറഞ്ഞാൽ അയാൾക്കെതിരെയും നിയമപരമായി മുന്നോട്ട് പോകുമെന്ന മുന്നറിയിപ്പും ഹണി റോസ് നൽകുകയാണ്. അതേസമയം വിദ്വേഷ കമന്റുകൾ ഇടുന്നവരെയും നമ്മളെ അപമാനിക്കുന്ന പ്രതികരണങ്ങൾ നടത്തുന്നവരെയും നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുവാനാണ് തീരുമാനമെന്നും താരം വ്യക്തമാക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളിലെ അശ്ലീല ഭാഷാ പണ്ഡിതന്മാരോട് തനിക്കെതിരെ വരുന്ന മോശം പരാമർശങ്ങൾക്കെതിരെ താൻ നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങുമെന്ന ഒരു പോസ്റ്റാണ് ഹണി റോസ് ആദ്യമായി പങ്കുവെക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലെ അശ്ലീല ഭാഷാ പണ്ഡിതമാന്യന്മാരോട് താൻ യുദ്ധം പ്രഖ്യാപിക്കുന്നതായാണ് ഹണി റോസ് നേരത്തെ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നത്. ഇന്ത്യയിലെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് താൻ പൊതുവേദിയിൽ എത്താറില്ല. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ താൻ ഉത്തരവാദിയുമല്ല. ഒരു അഭിനേത്രി എന്ന നിലയിൽ തന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് തന്റെ ജോലിയുടെ ഭാഗമാണെന്നാണ് ഹണി റോസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. മാത്രമല്ല തന്റെ നേരെയുള്ള വിമർശനങ്ങളിൽ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടായാൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചുകൊണ്ട് സ്ത്രീക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും പഠിച്ചു താൻ നിങ്ങളുടെ നേരെ വരുമെന്ന് കൂടി നടി ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഒരിക്കൽ കൂടി പറയുന്നുണ്ട്, സാമൂഹിക മാധ്യമങ്ങളിലെ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യന്മാരെ, നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന് താൻ യുദ്ധം പ്രഖ്യാപിക്കുന്നുവെന്നാണ് തുറന്നടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി ഹണി റോസ് കുറിച്ചത്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഹണി റോസിന്റെ ഈ ഒരു വിഷയം. ഏറെക്കാലമായി തനിക്കെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങളിൽ മൗനം വെടിഞ്ഞുകൊണ്ട് പ്രതികരിക്കുവാൻ ഇപ്പോൾ ഹണി റോസ് എന്ന നടി തയ്യാറായിരിക്കുന്നു. തന്നെ അധിക്ഷേപിച്ച പ്രമുഖ വ്യക്തി തനിക്കെതിരെ നിരന്തരം മോശം പരാമർശം നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഹണി റോസ് രംഗത്ത് വന്നത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ഹണി തന്റെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. ഉദ്ഘാടന വേദികളിൽ എത്തുന്ന ഹണി റോസിനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത ആക്ഷേപങ്ങളാണ് വരാറുള്ളത്. പൊതുവെ ഇതേക്കുറിച്ചൊന്നും നടി അങ്ങനെ പ്രതികരിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ 27 പേർക്കെതിരെ ഹണി റോസ് പരാതി നൽകി. കേസെടുത്ത കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രമുഖ വ്യക്തിയുടെ തന്നെ അവഹേളിച്ചുകൊണ്ടുള്ള പരാമർശം തന്നെ ഏറെ മോശമായി തന്നെ മാനസികമായി ബാധിച്ചിരുന്നുവെന്നാണ് ഹണി റോസ് പറയുന്നത്. സിനിമാ രംഗത്തുനിന്നും വലിയ പിന്തുണ ഹണി റോസിന് ഈ ഒരു വിഷയത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അഭിനേതാക്കളായ പാർവതി തിരുവോത്ത്, ആസിഫ് അലി, സിനിമാ നിരൂപക അനുചന്ദ്ര ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ നടിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എത്തുന്നുണ്ട്. ഇവർ മാത്രമല്ല മറ്റു നിരവധി പേരും നടിയെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകളും കമന്റുകളും ഒക്കെ പങ്കുവെക്കുകയാണ്. ഈ കൂട്ടത്തിൽ തന്നെ മറ്റു നടിമാരും ഹണി റോസിന്റെ സുഹൃത്തുക്കളെയും ആരാധകരെയും സിനിമാ പ്രേക്ഷകരെയും സിനിമാ നിരൂപകരെയൊക്കെ കാണാൻ കഴിയും. നടിമാരായ റിമ കല്ലിങ്കൽ, പാർവതി തിരുവോത്ത്, പത്മപ്രിയ തുടങ്ങിയവരാണ് ഹണി റോസിന് കൂടുതൽ പിന്തുണ അറിയിച്ചുകൊണ്ട് ഇപ്പോഴും കൂടെ തന്നെ നിലനിൽക്കുന്നത്. സിനിമാ നിരൂപക അനുചന്ദ്രയാകട്ടെ നീണ്ടൊരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഹണി റോസിനെ പിന്തുണച്ചുകൊണ്ട് പങ്കുവച്ചിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഹണി റോസിനെ കുറിച്ച് മുൻപൊരിക്കൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജുമാർ ഫിൽമി ബീറ്റ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ച വാക്കുകളും വീണ്ടും ശ്രദ്ധ നേടുന്നുണ്ട്. ഹണി റോസ് ആരെക്കുറിച്ചും മോശം കാര്യങ്ങൾ സംസാരിക്കാത്ത വ്യക്തിയാണെന്നാണ് ആ ഒരു അഭിമുഖത്തിലൂടെ രഞ്ജുമാർ പറഞ്ഞത്. ഹണി റോസ് വളരെ ശാന്തിയായ വ്യക്തിയാണ്. ഒത്തിരി ബഹളമൊന്നുമില്ലാത്ത അവനവന്റെ കാര്യം നോക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് അവർ. ഒരാളുടെയും കുറ്റങ്ങൾ അവർ പറയാറില്ല. ഇന്നേവരെ ഒരാളെ പറ്റി മോശം പറയുന്നത് താൻ കേട്ടിട്ടില്ല എന്നാണ് രഞ്ജുമാർ ഹണി റോസിനെ പറ്റി പറയുന്നത്. ഒരുപാട് വർക്കുകൾ താൻ അവർക്കൊപ്പം ഒരുമിച്ച് ചെയ്തിട്ടില്ല. എന്നാൽ പക്ഷേ ചെയ്തതെല്ലാം വളരെ സന്തോഷത്തോടെയാണ് തനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്.
അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് അവർ. ഷീസ് ഡിഫറെന്റ് എന്നാണ് രഞ്ജു രഞ്ജിമാർ ഹണി റോസിനെ കുറിച്ച് പറഞ്ഞത്. മാത്രമല്ല, ഹണി റോസ് നേരിടുന്ന സൈബർ ആക്രമണങ്ങളെ കുറിച്ച് അന്നും രഞ്ജു രഞ്ജിമാർ സംസാരിച്ചു. എത്രത്തോളം ബോഡി ഷെയ്മിംഗ് നേരിടുന്ന പെൺകുട്ടിയാണ് അവൾ, അതൊക്കെ തരണം ചെയ്യുവാൻ കഴിയുന്നത് വലിയൊരു ശക്തിയാണെന്നാണ് രഞ്ജു രഞ്ജിമാർ പറഞ്ഞത്. തന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് വരുന്ന കമന്റുകളിൽ ഹണി റോസ് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രതികരിച്ചിട്ടുണ്ട്. തന്നെ അവഹേളിക്കുവാൻ ശ്രമിക്കുന്നവരെ നിയമത്തിന്റെ വഴിയിലൂടെ നേരിടുമെന്ന് ഇക്കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റിൽ ഹണി റോസ് വ്യക്തമാക്കുകയും ചെയ്തു. സാമൂഹിക മാധ്യമങ്ങളുടെ പലരും നടിയെ പലപ്പോഴും ആക്ഷേപിക്കാറുണ്ട്. ഇത്രയും കാലം നടി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയായിരുന്നു. എന്നാൽ പക്ഷേ ഇനി അതിനൊന്നും പറ്റില്ല എന്ന ഉറച്ച നിലപാടാണ് ഹണി റോസ് എടുത്തിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപത്തിൽ പോലീസിൽ ഹണി റോസ് 27 പേർക്കെതിരെ പരാതി നൽകി. മോശം കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതമാണ് പരാതി. പരാതിയിൽ കേസെടുത്ത സിറ്റി പോലീസ് നിരവധി പേരെ അറസ്റ്റും ചെയ്തു. നേരത്തെ തന്നെ പൊതുമധ്യത്തിൽ അവഹേളിച്ച് സംസാരിക്കുന്ന പ്രമുഖ വ്യക്തിക്കെതിരെ ഹണി റോസ് രംഗത്ത് വന്നതാണ് ഇതിനൊക്കെ തുടക്കം കുറിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് തനിക്കെതിരെ തുടരെ പരാമർശം നടത്തുന്നയാൾക്കെതിരെയാണ് ഹണി റോസ് ഫേസ്ബുക്കിൽ ആദ്യമായി കുറിപ്പ് പങ്കുവെക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഇയാളുടെ പരാമർശങ്ങൾ കുറ്റകരമാണെന്നും ഹണി റോസ് ചൂണ്ടിക്കാണിച്ചു. താൻ പങ്കെടുത്ത ചടങ്ങുകളിൽ പങ്കെടുക്കുകയും തന്റെ എളിമയെ അവഹേളിക്കുന്ന തരത്തിൽ ബോധപൂർവം പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. ഇയാൾ പലപ്പോഴും ഈ അഭിപ്രായങ്ങൾക്ക് മാധ്യമങ്ങളെ അയാൾ ഒരു വേദിയായി ഉപയോഗിക്കാറുണ്ടെന്നും ഹണി റോസ് കുറ്റപ്പെടുത്തി. ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തുന്നതും അത്തരം ഉദ്ദേശത്തോടെ ഒരു സ്ത്രീയെ പിന്തുടരുന്നതുമൊക്കെ പ്രഥമ ദൃഷ്ട്യാ ക്രിമിനൽ കുറ്റങ്ങളാണെന്നും ഹണി റോസ് പറയുന്നു. ഉദ്ഘാടന വേദികളിലെത്തുന്ന ഹണി റോസിന് പലപ്പോഴും വേദികളിൽ ആരാധകരുടെ വലിയ സ്വീകാര്യതയാണ് കിട്ടുന്നതെങ്കിൽ പോലും ഇതിന്റെയൊക്കെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ കടുത്ത ആക്ഷേപങ്ങൾ നടിക്ക് നേരിടേണ്ടി വരാറുണ്ട്. വസ്ത്രധാരണത്തിന്റെയും ശരീരത്തിന്റെ അളവുകളുടെയും ഒക്കെ പേരിൽ നിരന്തരം പലതരത്തിലുള്ള അവഹേളനങ്ങൾക്കാണ് ഹണി റോസ് വിധേയായി മാറാറുള്ളത്. ബോഡി ഷേമിങ്ങിന്റെ അങ്ങേയറ്റമാണ് താൻ നേരിടുന്നതെന്ന് ഒരിക്കൽ ഹണി റോസ് ഒരു അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇന്ത്യൻ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് താൻ പൊതുവേദിയിൽ എത്താറില്ല. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ താൻ ഉത്തരവാദിയല്ല എന്നും ഹണി റോസ് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, സാമൂഹിക മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിതന്മാരെ നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നുപോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി താൻ യുദ്ധം പ്രഖ്യാപിക്കുന്നുവെന്നാണ് ഹണി റോസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അത്തരത്തിൽ മോശമായ പരാമർശം നടത്തുന്ന ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ഈ ഒരു വിഷയത്തിൽ വിവാദമുണ്ടാക്കാൻ തനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നും ഹണി റോസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പക്ഷേ ഹണി റോസ് ഇയാളുടെ പേര് പറഞ്ഞില്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ കേരളത്തിലെ ഒരു പണക്കാരനായ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ് ഈ പ്രസ്തുത വ്യക്തി എന്ന വാദവും ഉയരുന്നുണ്ട്. ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ വരുമ്പോൾ അതിനെ നേരിടേണ്ട നിയമ നടപടിയെപ്പറ്റി താൻ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും ഹണി റോസ് വ്യക്തമാക്കുന്നുണ്ട്. ഇനിയും ഇത്തരത്തിൽ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം തുടർന്നു വന്നാൽ തീർച്ചയായും ഇതിനെതിരെ നിയമ നടപടിയുമായി താൻ മുന്നോട്ട് പോകുമെന്നാണ് ഹണി റോസ് നൽകുന്ന മുന്നറിയിപ്പ്. സാമൂഹിക മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെട്ട ഒരു വിഷയമാണിത്. ആ വ്യക്തിയുടെ പേര് താൻ പറഞ്ഞില്ല എങ്കിൽ പോലും മലയാളികൾക്ക് അയാളെ നന്നായി അറിയാമെന്നും ഹണി റോസ് പറയുന്നുണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാമെന്നുള്ളത് സ്വയം എടുത്ത തീരുമാനമാണെന്നും നടി കൂട്ടിച്ചേർക്കുന്നു. തനിക്ക് ഒന്നിന്റെ പേരിലും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുവാൻ താല്പര്യമില്ല. തനിക്കും തന്റെ കുടുംബത്തിനും അത്രയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വിഷയമായതിനാലാണ് താൻ ഇത്തരത്തിൽ പരസ്യമായി പ്രതികരിക്കുവാൻ തീരുമാനിച്ചതെന്നാണ് ഹണി റോസ് പറയുന്നത്. പൊതുവെ തന്നെ കുറിച്ച് വരുന്ന മോശം കമന്റുകളെ ഹണി റോസ് അപ്പാടെ തന്നെ അവഗണിക്കാറായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ ഹണി റോസും പ്രതികരിച്ചു. താരമായി മാറിയതിനു ശേഷം നടി ഹണി റോസ് ഇതിനോടകം നിരവധി ഷോപ്പ് ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും ഒരു ഇനാഗ്രേഷൻ ഫംഗ്ഷനെങ്കിലും ഹണി റോസിന് ഉണ്ടാകാറുണ്ട്. കല്യാണത്തിന് പോകുന്നതിനേക്കാളും തനിക്കിഷ്ടം ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നതാണെന്ന് ഹണി റോസ് പറയാറുമുണ്ട്. ഏറെ നാളായി ഉദ്ഘാടന വേദികളിലെ സജീവ സാന്നിധ്യവുമാണ് ഹണി റോസ്. ഷോപ്പ് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നതിനാൽ ഉദ്ഘാടനം സ്റ്റാർ, ഇനാഗ്രേഷൻ സ്റ്റാർ എന്നൊക്കെയുള്ള വിളിപ്പേരുകളും ഹണി റോസിന് സോഷ്യൽ മീഡിയയിലൂടെ പലരും ചാർത്തി നൽകി. ഉടമയുടെയും ഷോപ്പിന്റെയും ഒന്നും വലിപ്പച്ചെറുപ്പം നോക്കാതെയാണ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് ഹണി റോസ് പങ്കെടുക്കാറുള്ളതും. താൻ ഏറെ ആസ്വദിച്ചാണ് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നതെന്നും വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനേക്കാളും തനിക്ക് പ്രിയം ഇനാഗ്രേഷന് പോകുന്നതാണെന്നും ഹണി റോസ് പറഞ്ഞിട്ടുമുണ്ട്. പൊതുവെ തന്നെ കുറിച്ച് വരുന്ന മോശം കമന്റുകളെ ഹണി റോസ് അവഗണിക്കും. എന്നാൽ ഇത്തവണ ഹണി റോസും പ്രതികരിച്ചു. അതേസമയം സിനിമകളും ഷോകളും ഉദ്ഘാടനങ്ങളും ഒക്കെയായി കരിയറിലെ തിരക്കുകളിലാണ് ഹണി റോസ് ഉള്ളത്. റേച്ചലാണ് നടിയുടെ റിലീസ് ചെയ്യുവാനുള്ള സിനിമ. ബാബുരാജ്, ചന്തു സലിംകുമാർ എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ആനന്ദിനി ബാല സംവിധാനം ചെയ്ത റേച്ചലിന്റെ തിരക്കഥ ഒരുക്കുന്നത് രാഹുൽ മണപ്പാട്ടും എബ്രിഡ് ഷെയ്നും ചേർന്നാണ്. സ്വരൂപ് ഫിലിപ്പ് ഛായാഗ്രഹണവും മനോജ് എഡിറ്റിംഗും അങ്കിത് മേനോൻ സംഗീതവും നിർവഹിക്കുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് ബാദുഷ എന്നമും ഷിനോയ് മാത്യുവും ചേർന്നാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.